കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം ഇന്ന് നടക്കും. മാനന്തവാടി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 8 മണിയോടെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അതേസമയം നരഭോജിയായ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. കടുവയെ കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാനാണ് ഉത്തരവ്. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പീലക്കാവ്, ജെസ്സി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. മാനന്തവാടി നഗരസഭാ പരിധിയിൽ UDF ഇന്ന് ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, രാധയുടെ സംസ്കാരം എപ്പോഴാണ് നടക്കുന്നത്? അതേപോലെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണോ? എന്തൊക്കെ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ 8 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. പഞ്ചാരക്കൊല്ലിയിൽ എത്തിച്ച് അവിടെ ഇന്ന് 11 മണിയോടെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് രാധയെ ആക്രമിച്ച കടുവയെ കണ്ടെത്തുക, ആ കടുവയെ പിടികൂടുക എന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നുകൊണ്ട് കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്നലെ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം കൂട് വെച്ച് ആ കെണി വെച്ച് കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. മയക്കുവെടി വെച്ച്, അതായത് കടുവയെ കണ്ടാൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ കടുവയെ വെടിവെക്കാം എന്നുള്ളതാണ് ആ ഉത്തരവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട്, മയക്കുവെടി സംഘം ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. ഈ കടുവയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മാനന്തവാടി നഗരസഭയിൽ ഇന്നലെ തന്നെ UDF വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ മാനന്തവാടി നഗരസഭയിൽ UDF ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഭാഗങ്ങളിലെല്ലാം 144 നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം എന്ന് പറയുന്നത് കടുവയെ ഇന്നലെ വൈകുന്നേരം അടക്കം കണ്ടു എന്ന് ചിലരൊക്കെ പിന്നീട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഭീതി പരത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ അതിനോടൊപ്പം തന്നെ വലിയ പ്രതിഷേധത്തിലുമാണ് നാട്ടുകാർ ഒന്നടങ്കമുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഇവിടെ ഇത്തരത്തിൽ തൊട്ടപ്പുറത്ത് ഒരു കടുവ ഇറങ്ങുകയും 5 ആടുകളെയൊക്കെ കൊന്ന് വളരെയധികം ഭീതി സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദിവസങ്ങൾ പണിപ്പെട്ടാണ് അതിനെ കൂടുവെച്ച് പിടികൂടുകയൊക്കെ ചെയ്തത്. എന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവ ഇറങ്ങുന്നു. അത് വളരെയധികം ഭീതി സൃഷ്ടിക്കുന്നു. അതിനെ പിടികൂടുക എന്ന ദൗത്യം അതാണ് മുൻപിലുള്ളത്. ജനരോഷം കെട്ടടക്കണമെങ്കിൽ ഈ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഒരു നല്ലൊരു സാഹചര്യം ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വയനാടിന്റെ ഭൂപ്രകൃതി, മാനന്തവാടി കടുവ ഇറങ്ങി എന്നൊക്കെ പറയപ്പെടുന്ന ആ ഭൂപ്രകൃതി എല്ലാം അവിടെയെല്ലാം പരിശോധിച്ച് ക്യാമറകൾ സ്ഥാപിച്ച് ഡ്രോൺ അടക്കമുള്ള കണ്ടു എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക വലിയ രീതിയിൽ കൂട്ടാനും ഒരു സാഹചര്യമുണ്ടല്ലോ, അല്ലെ? അപ്പോ എത്ര തന്നെ പണിപ്പെട്ടിട്ടാണെങ്കിലും ഈ കടുവയെ പിടികൂടുക എന്നുള്ളത് ദൗത്യ സംഘത്തിന് മുന്നിലുള്ള വലിയൊരു ഉത്തരവാദിത്തം കൂടിയാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്നത്തെ ദൗത്യ സംഘത്തിന്റെ ഏറ്റവും മുൻപിലുള്ള വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ കടുവ ഇറങ്ങിയപ്പോൾ പോലും കടുവയെ കണ്ടു എന്ന് പറയുന്നിടത്തെല്ലാം കൂട് സ്ഥാപിക്കുന്നു. എന്നാൽ അത് പിന്നീട് ഇവരുടെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ പോലും അത് കടുവ സഞ്ചാര പരത്തിൽ നിന്ന് മാറി എന്നുള്ള വിവരം ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് പണിപ്പെട്ടതിന് ശേഷമാണ്, പല കൂടുകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് കടുവയെ പിടികൂടാനായിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ഇറങ്ങിയിട്ടുള്ള കടുവയുടെ ആരോഗ്യം, ആ കടുവയുടെ വയസ്സ്, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഒരു പക്ഷേ കടുവയെ പിടികൂടാൻ കഴിയുകയുള്ളൂ. എന്തായാലും വെറ്റിനറി സംഘം, മയക്കുവെടി സംഘം ഇതെല്ലാം ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അധികം കടുവ, അതായത് ഒരുപാട് ദിവസമൊക്കെ അതല്ലെങ്കിൽ ഒരുപാട് സമയമൊക്കെ പിടികൂടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം മറ്റു നടപടികളിലേക്ക് കടന്ന് കടുവയെ വെടിവെക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് മുൻപിലുള്ളത്. ഒരു പക്ഷെ അതിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. എന്തായാലും സ്ഥലത്ത് വലിയ പ്രതിഷേധമാണുള്ളത്. UDFന്റെ എല്ലാം ഹർത്താലും ഇന്ന് മാനന്തവാടി നഗരസഭയിൽ ഉണ്ട് താനും. നമുക്കറിയാം, ഇന്നലെ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട കത്തുണ്ട്. കഴിഞ്ഞ 22-ന് മാനന്തവാടി നഗരസഭയിലെ തന്നെ ഒരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗത്തിൽ നിന്നും ഒരു പാത്തുമ്മ എന്നൊരു വ്യക്തിയും ഇവിടുത്തെ നോർത്ത് DFO ആയിട്ടുള്ള ഒരാൾക്ക് കൊടുത്തൊരു കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് പഞ്ചാരക്കൊല്ലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കുറച്ച് ദിവസമായിട്ട് വന്യജീവി ശല്യം രൂക്ഷമാണ്. അവിടെ ഫെൻസിംഗ്
ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ കൊണ്ടുവന്ന് ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ച് ഇതിനെ പ്രതിരോധിക്കണം, ജനങ്ങളെല്ലാം ഭീതിയിലാണ് എന്ന് 22-ാം തീയതി കൊടുത്ത ഒരു കത്ത് ഇന്നലെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷെ അതിൽ പലരും പറയുന്നത് ഒരു പക്ഷെ ഉടനടി ഒരു തീരുമാനം, ഒരു നടപടിയൊക്കെ ഈ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരുന്നുവെങ്കിൽ രാധ എന്നൊരു സ്ത്രീ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷെ എത്തുമായിരുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ജനങ്ങളിൽ പലരും പറയുന്നുണ്ട്. ഏതായാലും ജനങ്ങൾ വളരെ ഭീതിയിലാണ്, രോഷത്തിലാണ്. അതേസമയം ഈ ദൗത്യ സംഘത്തിന് മുൻപിലുള്ളത് കടുവയെ പിടികൂടുക എന്ന ഒരു വലിയ ദൗത്യവുമാണ് മുന്നിലുള്ളത്. ജയലക്ഷ്മി, അതേപോലെ രാധയുടെ മരണം വലിയൊരു ആഘാതവും അതേപോലെ ആശങ്കയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങളൊക്കെ ശക്തമാകുന്നതും. ഇന്ന് കടുവയെ പിടികൂടാൻ സാധിച്ചില്ല എങ്കിൽ വീണ്ടും ഇത്തരം പ്രതിഷേധങ്ങൾ കൂടാനും അതിന്റെ ആഘാതം ഉണ്ടാകാനും വലിയ രീതിയിൽ സാധ്യത നിലനിൽക്കുന്നുമില്ലേ? തീർച്ചയായിട്ടും ഇന്നലെ രാധ മരണപ്പെട്ടു എന്നൊരു വിവരം പുറത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലൊരു പ്രതിഷേധമൊക്കെ ഇവിടെ ഉണ്ടായതാണ്. നമുക്കറിയാം, ഈ ഇത്തരത്തിൽ കാപ്പി പറിക്കാൻ വേണ്ടി പോയതായിരുന്നു രാധ. തണ്ടർബോൾട്ട് സംഘമാണ് ഇത്തരത്തിൽ ഇവിടെ രക്തപ്പാടുകൾ കാണുന്നതും 100 മീറ്ററോളം വലിച്ചാണ് രാധയെ കടുവ കൊണ്ടുപോയി കൊന്നത് എന്നുള്ള രൂപത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് ഇവിടെ ആ വാർത്ത വരുന്നതോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നു. ഈ ബോഡി, അതായത് സ്റ്റേറ്റിന്റെ അവിടെയായിരുന്നു ആ ബോഡി ആദ്യം എത്തിച്ചിരുന്നത്. അവിടെ നിന്ന് ബോഡി വിട്ടുകൊടുക്കാൻ പോലും ജനങ്ങൾ സമ്മതിക്കാത്ത രൂപത്തിലുള്ള ജനരോഷമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരെല്ലാം അനുനയിപ്പിച്ച് കുടുംബത്തിന് ഉടനടി 11 ലക്ഷം രൂപ ധനസഹായം നൽകാമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് പിടികൂടാമെന്നുള്ള അറിയിപ്പ് വരുന്നു. ആ രീതിയിലൊക്കെ ജനങ്ങളെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് ചെറിയ രൂപത്തിലെങ്കിലും ഈ പ്രതിഷേധമെല്ലാം മാറി, ജനരോഷമെല്ലാം മാറി മോർച്ചറിയിലേക്കടക്കം ഈ രാധയുടെ മൃതദേഹം എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും കടുവയെ പിടികൂടണം. കാരണം വയനാട് കുറച്ചു കാലങ്ങളായിട്ട് വന്യമൃഗ ശല്യത്തിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്നവരാണ്. നമുക്കറിയാം വയനാട് ദുരന്തം. ആ വയനാട് ദുരന്തത്തിന് ശേഷമെല്ലാം നിരവധി തവണ കാട്ടുപോത്ത്, കാട്ടുപന്നിയും അതുപോലെ തന്നെ കടുവ, ആന തുടങ്ങി നിരന്തരമായിട്ട് വന്യമൃഗ ശല്യം നേരിടുന്ന ഒരു ഭാഗമാണ് വയനാടിന്റെ വിവിധ മേഖലകൾ എന്ന് പറയുന്നത്. വീണ്ടും ഒരാഴ്ച, അതായത് നേരത്തെ ഒരു കടുവ ഇറങ്ങുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കടുവ വരുന്നു. ഇത്തരത്തിൽ അത് ഏത് പ്രദേശത്തെ സംബന്ധിച്ചാണെങ്കിലും അത്രത്തോളം ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവുമാണ്. അതുകൊണ്ട് തന്നെ ജനരോഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ ജനരോഷമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്റിനറി സംഘം, മയക്കുവെടി സംഘം ഇവരെല്ലാം എത്തിക്കൊണ്ട് ഈ കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും കോൺഫിഡൻസുമെല്ലാം അവർ പുലർത്തുന്നുമുണ്ട്.